SEOയിലും ഗൂഗിൾ ആഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. എക്സ്പെഷ്യലി നിങ്ങളൊരു പുതിയ വെബ്സൈറ്റ്, പുതിയതെന്ന് പറഞ്ഞാൽ 1 മാസമോ 3 മാസമോ 6 മാസമോ ഇവൻ 1 വർഷമായ വെബ്സൈറ്റ് വരെയാണെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഗൂഗിൾ സാൻഡ് ബോക്സ് എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഗൂഗിൾ സാൻഡ് ബോക്സിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ സാൻഡ് ബോക്സ് പീരീഡ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രൊബേഷൻ പീരീഡ് പോലെയാണ്. അതായത് പുതിയതായിട്ട് ഗൂഗിളിലോട്ട് വിടുന്ന ഒരു വെബ്സൈറ്റ് ഇൻഡെക്സിങ് കൊടുത്ത് റാങ്ക് ചെയ്യാൻ വേണ്ടി വിടുന്ന ഒരു വെബ്സൈറ്റിനെ സസ്പീഷ്യസ് ആയിട്ട് കാണും. അതായത് ഈ സൈറ്റിൻ്റെ ഡീറ്റെയിൽ, ഈ ഡൊമൈൻ പുതിയതാണ്, കണ്ടന്റ് പുതിയതാണ്, ഇതിലെ കാര്യങ്ങളെല്ലാം ക്രെഡിബിൾ ആണോ, റിലയബിൾ ആണോ, ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ, റെലവൻ്റ് ആണോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഗൂഗിൾ ഇനിഷ്യലി അസസ് ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും പുതിയ സൈറ്റുകൾ നിങ്ങൾ എല്ലാ കണ്ടൻറ്റൊക്കെ ഇട്ട് പബ്ലിഷ് ചെയ്തിട്ട് അത് ടോപ്പിലെത്താത്തതിന് നിങ്ങൾ തന്നെ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ക്ലിയർ മൈ കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന, അവർ പ്രത്യേകിച്ച് ജോലിക്ക് കയറി കഴിയുമ്പോൾ ചോദിക്കുന്ന ഒരു മെയിൻ ചോദ്യമാണ്, ഇതെന്ത് സാർ ഞാൻ എല്ലാം ചെയ്തു, സൈറ്റ് ഇൻഡെക്സ് ചെയ്ത് എല്ലാം കൊടുത്തിട്ട് സൈറ്റ് റാങ്ക് ആകുന്നില്ല. സൈറ്റ് ഇൻഡെക്സ് ആണെന്ന് വെച്ചാൽ ഇൻഡെക്സ് ആണ്, പക്ഷേ പല കീവേഡിനും അത് എവിടെയും കാണുന്നില്ല. അത് കോമൺ ചോദ്യമാണ്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ കൂടിയാണ് ഈ വീഡിയോ.